അഭിലാഷ്, നേരത്തെ കാർവാർ MLA അർജുന്റെ കുടുംബവുമായി സംസാരിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു, 5 ഉൾപ്പെടെയുള്ളവരുമായി സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്താണ് തുടർ നീക്കങ്ങൾ എന്നത് സംബന്ധിച്ചൊരു വ്യക്തത വന്നിട്ടുണ്ടോ? ഇപ്പോഴേതായാലും കാർവാർ MLAയും അതോടൊപ്പം തന്നെ ഉത്തര കന്നഡ SP-യും ഇപ്പോൾ അഞ്ജുവിനോടും അതോടൊപ്പം ജിത്തിനോടും കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം, എന്തൊക്കെയാണ് ഇപ്പോൾ SP-യും MLA ഒക്കെ പറഞ്ഞത്? അല്ല, അവർ എന്താണ് ഇപ്പോൾ ഒരു ലോറീൻ്റെ ഭാഗം എന്ന് പറഞ്ഞിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അർജുൻ്റേതാണ്, സ്ഥിരീകരണമൊന്നും വന്നിട്ടില്ല. അത് എത്രയും പെട്ടെന്ന് പൊക്കും. പിന്നെ അതേമാതിരി നമ്മുടെ ലോറി ആണെന്ന് സ്ഥിരീകരിക്കുന്നവരെ മാക്സിമം അവർ ട്രൈ ചെയ്യാമെന്നാണ് പറഞ്ഞത്. എത്ര സമയം കൊണ്ട് എടുക്കുമെന്നാണ് പറഞ്ഞത്? അവർ പോയതിന് ശേഷം അവർ മീറ്റിംഗ് ഇരിക്കുന്നു പറഞ്ഞു, ഏത് രീതിയിൽ പൊക്കണം എന്നുള്ള രീതി. അതിന് പിന്നെ അവർ വന്നിട്ട് അനൗൺസ് ചെയ്യുമെന്ന് പറഞ്ഞു, എങ്ങനെയാണ് ഇനി പുനർ നടപടി എങ്ങനെയാണെന്നുള്ളത്. ട്രക്ക് ഇപ്പോൾ ഉയർത്താനുള്ള തീരുമാനത്തിലേക്ക് വന്നിട്ടില്ല. അത് ഇപ്പോൾ ഉയർത്തും, അതായത് അവർ ഏത് തരത്തിൽ ഉയർത്തണം എന്നുള്ള അറേഞ്ച് ചെയ്തിട്ട് അവരിപ്പോൾ തന്നെ തിരിച്ചു വന്നിട്ട് അനൗൺസ് ചെയ്യുന്നതാണ് പറഞ്ഞത്. ഡ്രഡ്ജർ ഉപയോഗിച്ച് ഉയർത്താൻ കഴിയുന്ന ഇല്ല പുറത്തു നിന്നുള്ള അത് പോസിബിൾ അല്ല. അത് ഏത് തരത്തിലാണെന്ന് അവർ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഇപ്പോൾ വരുന്നതാണ് പറഞ്ഞത്. ഉള്ളതുപോലെ തന്നെ ഉപയോഗിച്ച് പുറത്തുള്ള ക്രെയിൻ ഉപയോഗിച്ചിട്ടായിരിക്കും അത് ചെയ്യുക. അതാണ് അവർ ഇപ്പം പോയിട്ട് അവരിരുന്ന് മീറ്റിംഗ് കഴിഞ്ഞിട്ട് വന്നിട്ട് അനൗൺസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രതീക്ഷകളിലേക്ക് എത്തുന്നു എന്നാണ്. നമ്മുടെ ലോറിയാണെന്ന് കണ്ടുപിടിക്കുന്ന ആ ക്യാബിനിൽ എത്തുന്നവരെ അതിനുശേഷം പ്രതീക്ഷ എന്ന് പറയാൻ പറ്റുള്ളൂ. നോക്കാം. വിനീത, കാർവാർ MLAയും അതോടൊപ്പം തന്നെ SP-യും ഇപ്പോൾ ഇവരെ കണ്ട് സംസാരിച്ചിട്ടുണ്ട്. കാരണം എങ്ങനെയൊക്കെയാണ് ഈ ട്രക്ക് ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുക എന്നുള്ള കാര്യങ്ങൾ അവരോട് വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ക്രെയിൻ അടക്കമുള്ള സംവിധാനങ്ങൾ എത്തിച്ചതിന് ശേഷമായിരിക്കും ഈ ട്രക്ക് പുറത്തേക്ക് എത്തിക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത്. അതായത് ഇപ്പോൾ ഇവിടെയുള്ള ഡ്രഡ്ജർ ഉപയോഗിച്ച് ഈ ട്രക്കിനെ പുറത്തേക്ക് എത്തിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം കൂടിയാണ് ഇതിൽ നിന്ന് വ്യക്തമാവുന്നത്. അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് ക്രെയിൻ എത്തിച്ചതിന് ശേഷമായിരിക്കും ഈ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ട്രക്ക് പുറത്തേക്ക് എത്തിക്കുക. ഒരു പക്ഷേ അതിന് ഒരു അവലോകന യോഗം ചേരുമോ എന്നുള്ള കാര്യത്തിലും അത്ര യോഗം ചേരാനുള്ള സാധ്യത കൂടിയാണ് ഇപ്പോൾ കാണുന്നത്. ഏതായാലും MLA-മാരടക്കം അങ്ങോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഉയർന്ന ഉദ്യോഗസ്ഥരടക്കം അങ്ങോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. അല്പസമയങ്ങൾക്കകം തന്നെ ഒരു തീരുമാനമെടുക്കുകയും വളരെ പെട്ടെന്ന് തന്നെ ക്രെയിൻ അടക്കമുള്ള സംവിധാനങ്ങൾ ഇവിടേക്ക് എത്തിച്ചതിന് ശേഷം ഈ കണ്ടെത്തിയിരിക്കുന്ന ട്രക്ക് പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും വളരെ നിർണായകമായ സമയമാണ്. പ്രത്യേകിച്ച് വൈകുന്നേരം ഈ സമയം എന്ന് പറയുന്നത് വേലിയിറക്കത്തിന്റെ സമയം കൂടിയായതുകൊണ്ട് തന്നെ വെള്ളത്തിന്റെ നിരക്ക് എന്തോ പുതിയ അപ്ഡേറ്റ് നൽകാനുണ്ട്. ദീപക്, ഇപ്പോൾ അടിയന്തര യോഗം ചേരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം ഈശ്വർ മാൽപേ ഡൈവ് ചെയ്ത് മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ? വിനിത, നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് മൽപേ അല്പം മുൻപ് നമ്മുടെ അടുത്ത് സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് വാഹനത്തിന്റെ സ്റ്റിയറിംഗ് കൂടി കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം സ്ഥിരീകരിച്ച് പറയുന്നത്. ആ താഴ്ഭാഗത്ത്, അതായത് നേരത്തെ നമ്മൾ കണ്ട ആ മേഖലയിൽ നിന്ന് അല്പം കൂടി താഴേക്ക് മാറിയാണ് അദ്ദേഹം ഇപ്പോൾ ആ ഡൈവ് നടത്തിയിട്ടുള്ളത്. അവിടെ ആണ് ആ സ്റ്റിയറിംഗ് പാർട്ട് എന്നുള്ളത് അദ്ദേഹം സ്ഥിരീകരിക്കുന്നത്. ആ മേഖലയിൽ അത് കണ്ടെത്തിയെന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇനി വേണ്ടത് അത് ഈ വാഹനം പുറത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളാണ്. അല്പം സമയം കഴിയുന്നതോടുകൂടി തന്നെ അങ്കോല IB-യിൽ പ്രത്യേക യോഗം ജനപ്രതിനിധികളുടെയും ഒപ്പം തന്നെ ജില്ലാ ഭരണകൂടത്തിൻ്റെയും നേതൃത്വത്തിൽ ചേരുന്നുണ്ട്. ആ യോഗത്തിലായിരിക്കും ഏത് തരത്തിലുള്ള നടപടിയാണ് വേണ്ടത് എന്നുള്ളത് സംബന്ധിച്ച് മൽപയോടെ സംസാരിക്കുന്നുണ്ട്. കാര്യങ്ങൾ സ്റ്റിയറിംഗ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം വീണ്ടും സ്ഥിരീകരിച്ച പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ തരത്തിൽ നമുക്ക് ഒരു ഉറപ്പ് കൂടി ഈ ഒരു മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട്, അതായത് ഈ ഹൈവേയുടെ ഭാഗത്ത് നിന്ന് തൊട്ട് താഴ്വാരത്താണ് ഇത്തരത്തിൽ വാഹനത്തിൻ്റെ ടയറിൻ്റെ ഭാഗവും ഒപ്പം തന്നെ സ്റ്റിയറിംഗും കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളത് കൂടി ശ്രദ്ധേയമായ കാര്യമാണ്. പ്രത്യേകിച്ച് നേരത്തെ കേന്ദ്രീകരിച്ചിരുന്ന പോയിന്റുകളിലൊന്നും തന്നെയല്ല. ഈ നദിയുടെ ഒഴുക്ക് അതിൻ്റെ കരയോട് ചേർന്നുള്ള ഭാഗങ്ങളിൽ തന്നെ ആണ് ഈ കാര്യം ഉണ്ടായിരിക്കുന്നത്. ഇത് കണ്ടെത്തിയിരിക്കുന്നത് കൂടി പറയാൻ സാധിക്കും. ഇനിയിപ്പോൾ IB-യിൽ നടക്കുന്ന യോഗത്തിന് ശേഷം ആയിരിക്കും ഈ ട്രക്ക് എങ്ങനെ പുറത്തേക്ക് എത്തിക്കണം എന്നുള്ളത് സംബന്ധിച്ച ഒരു വ്യക്തത വരുത്തേണ്ടത്. നേരത്തെ ഞാൻ മഞ്ചേശ്വരം MLA AKM അഷ്റഫുമായി സംസാരിച്ചിരുന്ന ഘട്ടത്തിൽ അദ്ദേഹം പറയുന്നത് വിത്തിൻ 1 hour എന്നുള്ള പദമാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. 1 മണിക്കൂറിനകം തന്നെ ആ വാഹനം അവിടെ നിന്നും ഉയർത്താനുതകുന്ന തരത്തിലേക്ക് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കും എന്നുള്ളതാണ് അദ്ദേഹം ഉറപ്പ് നൽകുന്നത്. അത്തരത്തിലുള്ള യോഗങ്ങളിലേക്ക് കടക്കുകയാണ്. ഇനി വേണ്ടത് ആ ട്രക്ക് ഉയർത്തിക്കഴിഞ്ഞാൽ അത് അർജുൻ്റേതാണോ എന്നുള്ളത് സ്ഥിരീകരിക്കുക എന്നുള്ളതാണ്. പക്ഷേ മൽപേയുമായി AKM അഷ്റഫ് MLA സംസാരിക്കുന്ന ഘട്ടത്തിൽ പോലും മൽപേ ഉറപ്പ് നൽകുന്നത് ഭാരത് ബെൻസിൻ്റെ
വാഹനത്തിൻ്റെ ആ ഒരു രീതിയോട് സാമ്യമുള്ളതാണ് ഈ വാഹനം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അർജുൻ്റെ വാഹനം തന്നെയായിരിക്കാം എന്നുള്ളതാണ്. അതേസമയം തന്നെ അതിൽ ഒരു വ്യക്തത, അന്തിമമായ ഒരു വ്യക്തത വരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൃത്യമായ വിഷ്വൽസ് അല്ലെങ്കിൽ ഇമേജസ് പുറത്തേക്ക് വരേണ്ടതുണ്ട്. നിലവിൽ ജലത്തിൻ്റെ തോത് താരതമ്യേന കുറഞ്ഞു വരുന്ന ഒരു ഘട്ടവും കൂടിയാണ്. വേലിയിറക്കം നടക്കുന്ന ഘട്ടത്തിൽ മാത്രമാണ് ജലത്തിൻ്റെ ആ ഒരു തോത് കുറയുന്ന സാഹചര്യം ഉണ്ടാവുക. അങ്ങനെയെങ്കിൽ ആ മേഖലയിലേക്ക് ഇനി ഡ്രഡ്ജർ എത്തിച്ചുകൊണ്ട് അവിടെ മണ്ണ് നീക്കം ആവശ്യമെങ്കിൽ അത് സാധ്യമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ കൂടി ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് വൈകുന്നേരത്തിനകം തന്നെ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന വാഹനത്തിൻ്റെ ടയറുകളും ഒപ്പം തന്നെ സ്റ്റിയറിംഗും ഉൾപ്പെടുന്ന ഈ ഭാഗം കൃത്യമായി പുറത്തേക്ക് എത്തിക്കാൻ കഴിയുമെന്നുള്ളത് കൂടിയാണ് ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ കരുതുന്നത്. പല ഭാഗങ്ങളിലായി അത് വിഘടിച്ച് കിടക്കുന്നു എന്നുള്ളത് തന്നെ കരുതേണ്ടി വരും. അത്തരത്തിൽ അനുമാനത്തിലേക്ക് പോകാതെ നിലവിൽ നിർവാഹവുമില്ല. ഇപ്പോൾ കൂടുതൽ കയറുകൾ ഉൾപ്പെടെ ഈ മേഖലയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിൻ്റെ ഭാഗത്തു നിന്ന് നീക്കങ്ങൾ ഉണ്ടാകുന്നത് കൂടി നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. MLAയും SP-യും ഉൾപ്പെടെയുള്ള സംഘം നിലവിൽ ഈ അങ്കോല IB-യിലേക്ക് തിരിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ AK അഷ്റഫ് MLAയും അദ്ദേഹവും അവിടേക്ക് തിരിക്കും. അദ്ദേഹം കൂടി എത്തിക്കഴിഞ്ഞാൽ ആ യോഗത്തിലേക്ക് പൂർണ്ണമായും കടക്കും. യോഗം എടുക്കുന്ന തീരുമാനങ്ങൾ വളരെ നിർണായകമാണ്. പ്രത്യേകിച്ച് ആ ഡ്രഡ്ജർ കേന്ദ്രീകരിച്ചുകൊണ്ട് അതിനകത്തുള്ള ഒരു കൃത്യമായിട്ടുള്ള ദീപക് വ്യക്തമാണ്. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ നേരത്തെ ടയറും കയറും കണ്ടെത്തിയ സ്ഥലത്ത് തന്നെ സ്റ്റിയറിംഗിന്റെ ഭാഗവും കണ്ടെത്തിയിരിക്കുന്നു എന്നതാണ്. ഷിരൂരിലെ ദൗത്യത്തിൽ ഏറെ നിർണായകമായ ലീഡ് തന്നെയാണ്. ഈശ്വർ മാൽപ്പെ ഏറ്റവും അവസാനമായി ഡൈവ് ചെയ്ത് പുറത്തു വന്നപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് സ്റ്റിയറിംഗിന്റെ ഒരു ഭാഗമാണെന്നാണ് ദീപക് മലയമ്മ റിപ്പോർട്ട് ചെയ്യുന്നത്.